വിശേഷം എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പം നിങ്ങളിപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ചേച്ചി പപ്പടം വീട്ടിലുണ്ടാക്കണം. പക്ഷേ എനിക്ക് അത് ഉണ്ടാക്കാനുള്ള ശക്തിയില്ല കയ്യിലൊന്നും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പപ്പടം ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് വന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേറെ എവിടെയൊന്നും അല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, പോകുന്നത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് പപ്പടം വാങ്ങിക്കുന്ന ഇവിടെ തന്നെയാണ്. അപ്പോൾ ഗിരിജി ചേച്ചിയുടെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചി നമുക്ക് എങ്ങനെയാണ് ചെറിയൊരു എമൗണ്ടിൽ പപ്പടം ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പോൾ ചെറിയൊരു 1/2 കിലോ ഒക്കെ ആകുമ്പോൾ നമുക്കും വീട്ടിലുണ്ടാക്കാവുന്ന ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഇതാണ് നമ്മുടെ ഗിരിജി ചേച്ചി. ഗിരിജി ചേച്ചിയാണ് നമുക്ക് പപ്പടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എത്ര ആളെ ചേച്ചി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്? 23 കൊല്ലമായിട്ട് അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനമ്മ ചെയ്ത സമയത്ത് 23 വർഷമായി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ആരോഗ്യം വന്നു അല്ലേ? ശരി. എന്നാലും നമ്മള് ചെയ്യുന്ന ഒരു ജോലിയോടുള്ള ആത്മാർത്ഥതയാണല്ലോ. ഇപ്പൊ എന്ന് വെച്ചാൽ എനിക്കറിയാലോ, പല സ്ഥലത്തും നമ്മൾ പപ്പടം വാങ്ങിക്കുമ്പോ പപ്പടം പൊളയ്ക്കാത്ത അവസ്ഥ, ചോന്ന് ഇടുമ്പോഴേക്കിനും ചോന്നുണ്ടോ ചേച്ചി? ചില മാവുകള് ആ പപ്പടക്കാരൊക്കെ വേറെ രീതിയിൽ നമുക്ക് കിട്ടുമ്പോ അതൊക്കെ ചോന്ന് പോകും. പിന്നെ ചിലർ പറയാറില്ലേ ഇതിന്റെ കൂട്ടത്തിൽ കൂടെ പൊള്ളിപ്പൊടി കൂടുതൽ ഇടുന്നുണ്ട്. ഈ അത് വെറുതെ പറയുമ്പോ പൊള്ളിപ്പൊടി ഇട്ടിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റില്ല. ശരി, ഇതിന്റെ വ്യത്യാസം കാരണമാണ് ഇതാണ് ഈ പുള്ളിപ്പൊടി എന്ന് പറയുന്ന സാധനം. ഇത് ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് പപ്പടം ചെയ്യാൻ പറ്റില്ല അല്ലെ? പോരും. ശരി. അപ്പൊ ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ പല ആൾക്കാര് പറയാറട്ടെ പല മായങ്ങളൊക്കെ അടിയില് പൊടി വരുമ്പോ അവരുടെ വിചാരം ഇത് നമ്മൾ ഉള്ളിൽ ചേർത്തിട്ടാണ്. പക്ഷെ ഉള്ളിൽ ചേർത്തിട്ടല്ല, ഇത് പുറമേത്തെ പൊടിയാണ് ഈ കൊള്ളിപ്പൊടി എന്ന് പറയുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കൊള്ളിപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ചേച്ചി പറയുന്നത് കേട്ടോ. ചേച്ചി അങ്ങനെ ചെയ്യാറില്ല. ചേച്ചി അസലായിട്ടുള്ള രീതിയിൽ ഒട്ടും എന്താ പറയുക കലർപ്പില്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്ര അടുത്തുണ്ടായിട്ട് നമുക്കൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ തൊട്ടടുത്താണ് ഞങ്ങൾ നടന്നാണ് വന്നു. അമ്മയും ഞാനും ജാനുങ്ങളും നടന്നു വന്നു. പപ്പടമൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ പോവാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ചെറിയ എമൗണ്ടിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ 1 കിലോ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് 80 ഗ്രാം പപ്പടത്തിന്റെ കാരാണ്. ഇങ്ങനെയാണ് പപ്പടത്തിന്റെ കാരം കിട്ടുക. പിന്നെ ഇത് ഉപ്പ്, കല്ലുപ്പ്. ഇത് എത്ര ഉണ്ടാവും? 80 ഗ്രാം ആണ് കേട്ടോ. 1 കിലോ പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് 80 ഗ്രാം പപ്പടത്തിന്റെ കാരം, 80 ഗ്രാം കല്ലുപ്പ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പപ്പടക്കാരവും ഉപ്പും കൂടിയിട്ട് 2 ഗ്ലാസോളം വെള്ളത്തില് മിക്സ് ചെയ്തിട്ട് കലക്കിയെടുക്കുക. എന്നിട്ട് ആ വെള്ളമാണ് ഇത് കേട്ടോ. അപ്പൊ അതിലാണ് നമ്മൾ പപ്പടം ഉണ്ടാക്കാൻ പോണത് അല്ലെ? ശരി. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അത് താഴെ ഊറിയിരിക്കുന്ന എടുക്കാൻ പാടില്ല, മേലത്തെ തെളിഭാഗം മാത്രം എടുക്കാൻ പാടുള്ളൂ. ആ വെള്ളമാണ് ഇത്. ഇനി ഇതിലാണ് നമ്മൾ പപ്പടം കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മള് പപ്പടം കുഴക്കാൻ പോവാണ്. ഇതിനു വേണ്ടിയിട്ട് ഉഴുന്നുപൊടി അല്ലേ പെട്ടിരിക്കുന്നത്. ഉഴുന്നുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കാരത്തിന്റെ വെള്ളം, കാരം ഉപ്പും കൂടി ചേർന്നുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഇങ്ങനത്തെ പാത്രത്തിലൊന്നല്ല ചേച്ചി കുഴക്കുക. പണ്ടൊക്കെ മരപ്പാത്തിയില്ല. ഇതൊക്കെ നമ്മളെ വീട്ടില് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് സൂത്രപ്പണിയിൽ നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം ഇവരൊക്കെ ലാർജ് സ്കെയിലാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ പറഞ്ഞ കാരണം ഇപ്പൊ ചെറിയൊരു അളവിൽ കാണിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉഴുന്നിന്റെ പൊടി അതിലോട്ട് നമ്മുടെ കാരവും ഉപ്പും കൂടി കലക്കി വെച്ചിരിക്കുന്ന ആ തെളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ള കാരണം ഒരുമിച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴക്കണ പോലെ അങ്ങ് കുഴച്ചെടുത്തോണ്ടിരിക്കുക. ഒരുപാട് എമൗണ്ടിൽ ചെയ്യുന്ന കാരണേ അതിന്റെ അളവ് കറക്റ്റ് എന്താ പറയാ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ കുഴച്ച് കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും. അതിലേക്ക് കയ്യില് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് കൈ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് നല്ല കായികാധ്വാനം വേണം ശരിക്കും പറയുകയാണെങ്കിൽ. ഈ കാർപ്പൽക്കാണെങ്കിൽ നിന്നുള്ള എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആരോഗ്യമുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറെ പേരായില്ലേ ചോദിക്കുന്നത് പപ്പടം എങ്ങനെ ഉണ്ടാക്കുക. വീണ ചേച്ചിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗിരിജ ചേച്ചീനെ എടുത്ത് വന്നു. കാരണം ഗിരിജ ചേച്ചിയുടെ പപ്പടമാണ് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അമ്മ തൃശ്ശൂര് വരുമ്പോ അമ്മ ചേച്ചിയുടെ പപ്പടം വാങ്ങിച്ച് എനിക്ക് തന്നു വിടും. അപ്പൊ അതാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല പപ്പടമാണ്. മായം ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള പപ്പടം നന്നായി വീർത്ത് വരും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ വീടിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്റെ കടമയല്ലേ. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ സ്റ്റിക്കിനെസ് ഇല്ലാതെ നന്നായിട്ട് അങ്ങ് സമയം എടുത്ത് കുഴക്കണം. നന്നായി കുഴച്ചിട്ടുണ്ട്.
ഒരു 10 മിനിറ്റോളം നന്നായി കുഴക്കുക. അതിനുശേഷം ഇത് വലിച്ചെടുക്കണം. വലിച്ചെടുക്കുമ്പോഴാണ് ആ നീളത്തിൽ ഇങ്ങനെ വരണം. അതാണ് അതിന്റെ പരിപാടി. ഇതാണ് കൈ ഇങ്ങനെ ജസ്റ്റ് ഉള്ളിലോട്ട് പോണ പരുവത്തിലോട്ട് നന്നായിട്ട് കുഴക്കണം കേട്ടോ. നമ്മൾ ശരിക്കും ചപ്പാത്തിയൊക്കെ നന്നായി കുഴക്കില്ല, അതുപോലെ തന്നെ. പക്ഷെ ഇതിന് ഇച്ചിരി ഒരു ബലം കൂടുതലുണ്ടെന്ന് മാത്രം, കാരണം ഉഴുന്നിന്റെ മാവായതുകൊണ്ടാണ്. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ആദ്യം വലിച്ചിരിക്കുന്ന സമയത്ത് അത്ര ഇതായിട്ട് തോന്നില്ല, കാരണം അവിടെ നിന്നൊക്കെ വിട്ടു വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത് 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 അതിങ്ങനെ അത്രേ സോഫ്റ്റ് ആയിട്ട് മാറണം. ഇതിപ്പോ ഒരു 1/2 കിലോ ഉണ്ടാവും അല്ലെ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ 1/2 കിലോ മാവൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ 1/4 കിലോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് പരീക്ഷ നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ, വീട്ടിലൊക്കെ വളരെ ചെറിയ എമൗണ്ടില്. അപ്പൊ ഇതിന്റെ ഇതിപ്പോ 100 പപ്പടം, 1/2 കിലോ എന്ന് പറയുമ്പോൾ 100 പപ്പടം കിട്ടും. അപ്പൊ ഒരു 1/4 കിലോ ഒക്കെ എടുക്കണമെങ്കിൽ 50 ഒക്കെ കിട്ടുമായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യമൊക്കെ ആയിട്ട് പരീക്ഷ നോക്കും ഇതുപോലെ. ഇതിപ്പോ ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയൊരു എമൗണ്ട് ആവുമ്പോ. അതെ, കുഴച്ചിട്ട് ഇതുപോലെ വലിച്ച് 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 വലിച്ചെടുക്കണം. അതിലാണ് അതിന്റെ ടെക്നിക്ക് ഇരിക്കുന്നത്. നീണ്ടു വരുന്നത് കണ്ട, നീണ്ടു വരും. ആദ്യം നമ്മൾ വലിച്ചപ്പോ നീണ്ടു വരുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ നല്ലോണം അങ്ങ് നീണ്ടു വരുന്നുണ്ട്. ഇതിപ്പോ ഇങ്ങനത്തെ ചേച്ചി ചെയ്യുന്ന രീതി എനിക്ക് തോന്നുന്നു. ആ ചേച്ചിയുടെ മെഷീൻ കേടായി എത്ര. ഇപ്പൊ ചേച്ചി ഇങ്ങനെ ചെയ്ത് തരണാൽ ഇവർക്ക് നന്നാവും, ഇവർക്ക് ചെയ്യാൻ പറ്റുമ്പോ. അതുകൊണ്ട് എണ്ണ പതുക്കെ തടവി 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 നമ്മളിങ്ങനെ നീളത്തിലാക്കി എടുക്കണം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും. ഉണങ്ങിപ്പോവും അല്ലെ? ഫാൻ ഇടാൻ പാടില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാല് നമ്മളിതിന്റെ എണ്ണമയൊക്കെ പോകുന്ന പറയണ. ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പപ്പടം പരത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ വീണ്ടും എണ്ണ തേച്ച് ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ചെടുക്കണം. ഇതുപോലെ വലിച്ചിട്ട് നമ്മൾ ഇതുപോലെ ആക്കണം, നല്ല കിട്ടുള്ളൂ. ആ ശരി. ഇതുപോലെ മുറിച്ചു. അപ്പൊ ഇങ്ങനെ ആക്കിയിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈക്വൽ ആയിട്ട് മുറിക്കാൻ പോവാണ്. ഒട്ടാതിരിക്കാൻ വേണ്ടിട്ട് എണ്ണ പുരട്ടി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ഈക്വൽ പാർട്സ് ആയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കണം. അപ്പൊ എണ്ണ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കണം, അത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിട്ട്. കുറച്ച് എല്ലാത്തിലും കുറച്ച് ഒട്ടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ പരത്തി കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എല്ലാം ഉപയോഗിക്കാൻ നല്ലെണ്ണയാണ് എടുക്കാം അല്ലെ? നല്ലെണ്ണയാണ് നല്ലതെന്ന് പറയുന്നത്. പരത്താനുള്ള പാലകി എന്ത് മാവ്? സേലമാവ് എന്ന് വെച്ചാൽ എന്താണാവോ? ഉള്ളിയുടെയാണ് പറയേണ്ടത്, പക്ഷെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ആ ശരി. ഇത് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി മാത്രം എടുക്കാനേ പറ്റുള്ളൂ. ഉള്ളിമാവ് പരത്തെടുത്ത ഒട്ടില്ല, വീണ്ടും ഇത് ഉഴുന്നു പോകും. പരത്താൻ വേണ്ടിട്ട് എന്താ പറഞ്ഞത്? സേലമാവെന്ന് പറയണം. അവർക്ക് എന്താന്ന് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. കൊള്ളിയാന്ന് പറയുന്നത്, പക്ഷെ കൊള്ളിപ്പൊടി നമ്മൾ കഴിക്കൂല്ലോ. ഇതെന്താന്ന് കഴിക്കില്ല. ശരി. ഇത് പരത്താൻ വേണ്ടി മാത്രം എണ്ണേരെ അടിയിൽ വരുന്നില്ലേ ഈ പൊടിയാ. ശരി. ചിലവര് കൊള്ളിപ്പൊടി ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലേ? അപ്പൊ അതാണെന്ന് അറിയില്ല കേട്ടോ. അത് നമുക്ക് സേലപ്പം എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും? സേലമാവെന്ന് പറഞ്ഞാല് നമ്മള് മാവ് വിൽക്കണ പപ്പടത്തിന്റെ കടയിൽ കിട്ടും അല്ലേ? ശരി. അത് ഓരോന്നും അതിലങ്ങ് മുക്കിയിട്ടങ്ങ് ചെറുതായിട്ടങ്ങ് ആദ്യം പരത്തിട്ടാണ് ഒട്ടാതിരിക്കാൻ പറ്റില്ലേ? നമ്മളിപ്പോ ഇതിന് പകരമായിട്ട് ആട്ടയിലോ അല്ലെ ഐ മീൻ ഗോതമ്പ് ചുമന്നു പോകും അല്ലേ?
അല്ലെ നമുക്ക് ആട്ടെ മൈദൊക്കെ വെച്ചിട്ട് പരത്താലോ? മൈദ വെച്ച് പരത്താറുണ്ട്, പക്ഷെ എന്നാലും ചെറുതായിട്ട് ഒട്ടും. ശരി. മാത്രമല്ല അത് ചുമക്കുന്ന പറയണേ. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി ചെയ്യാൻ തുടങ്ങിട്ട്? എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന ഒരു കൊല്ലം കഴിഞ്ഞപ്പോ തൊട്ട് ചെയ്തു. നിങ്ങളെ പാരമ്പര്യമാണ് അല്ലേ? എന്നിട്ട് പിന്നെ ഉണക്കി എടുക്കണ്ടേ സംഭവം? അതൊരു ചാക്കിലിട്ടിട്ട് ഞാനൊരു ചാക്ക് കൊണ്ടുപോയി. ശരി. വെയിലുണ്ടെങ്കിൽ പുറത്തിടുവോ? നമുക്ക് ഇവിടെ അങ്ങനെ സൗകര്യം ഇല്ല അല്ലെ? മുകളില് വെറുതെ. അപ്പൊ വെയില് വേണം നിർബന്ധമൊന്നുമില്ല അല്ലെ? മഴക്കാലം അല്ല, ഞാൻ ചോദിച്ചത് നമ്മളെ വീടിന്റെ ഉള്ളിലാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഫാനിട്ട മഴക്കാലത്ത് തണുത്തു പോകും. വേനൽക്കാലത്ത് മാത്രമേ ഫാനിട്ടാൽ പോകുള്ളൂ. വേണം. എല്ലാം കൂടെ അട്ടിയട്ടിയെ വെച്ചിട്ട് അതിനെ വീണ്ടും കൈ കൊണ്ടാണ് പരത്തണം. പിന്നെ ഇത്ര നമ്മള് പൂട്ടിനനുസരിച്ച് വലുപ്പത്തിൽ പരത്തിയിട്ട് പിന്നെ നമ്മള് കൈ കൊണ്ടാ ചെയ്യാം. ശരി. അതാണ് എന്റെ സൂത്രം അല്ലേ? അല്ലാണ്ട് ഓരോന്നാക്കുമ്പോ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വൈകിട്ട് തന്നാ പറ ഇതാക്കിട്ട് വലിയ പപ്പടാവുമ്പോ ഇതിന്റെ സൈസ് കുറച്ചും കൂടെ കൂട്ടൂല്ലേ? ഇപ്പൊ നോർമൽ സൈസ് ഇത് 200 എണ്ണ ഉണ്ടാവുള്ളൂ ഒരു കിലോന്. ഒരു കിലോന് ഇത് ഈ സൈസിൽ 200 എണ്ണം. വലിയ പപ്പടാവുമ്പോ 100 എണ്ണം ഉണ്ടാവും. അത്ര നൈസായില്ലേ? അതാണ് പരിപാടി. പപ്പടം റെഡിമണി ആയിട്ടുണ്ട്. ഇത് ഉപ്പ് മുക്കി നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആക്കി എടുക്കണ ചാക്ക. ചൂട് നിൽക്കും. സാധാ ചാക്കിൽ ഉപ്പ് മുക്കി പണ്ടൊക്കെ നമുക്ക് ഉപ്പ് ചാക്കായിട്ട് വരാറുണ്ട്. ഇപ്പൊ അത് വരുന്നില്ല. സാധാരണ ചാക്കില് നമ്മൾ ഉപ്പ് മുക്കി ചൂട് കിട്ടാൻ വിധത്തില് ഇങ്ങനെ ഉണക്കി വേനൽക്കാലം വരുമ്പോ നമ്മൾ ഉണക്കി വെക്കും. അപ്പൊ ഇതില് 1-2 ദിവസം ചൂട് നിൽക്കും. അത് ശരി. അതാണ് അതിന്റെ സൂത്രം. എന്നിട്ട് അതിലാണ് നമ്മൾ ഈ പപ്പടം ഉണക്കാൻ വെക്കുന്നത്. വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. പണ്ടൊക്കെ പനമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പൊ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് പപ്പടം പണിയാൻ പറ്റാറില്ല. ഇപ്പം 2 ദിവസമൊക്കെ ഈ ചാക്ക് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മള് വേനൽക്കാലം വരുമ്പോ കുറെ ചാക്കുകൾ ഇതുപോലെ റെഡിയാക്കി വിൽക്കും. അപ്പൊ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പപ്പടത്തിന് ഉപ്പ് കൂടും. കിളർക്കണ കാര്യം നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് പപ്പടം ഉണക്കാൻ വെക്കാന്ന് പറയുന്നത്. ഇത് അരമണിക്കൂർ മതി. ഇത് അരമണിക്കൂറിൽ ഇട്ടാൽ മതി. അത് ഇതിന്റെ മുകളിൽ ചാക്കുകൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടുകൊണ്ട് ഉണങ്ങും. വർഷക്കാലം വേനൽക്കാലാണെങ്കിൽ ഇങ്ങനെ നിരത്തിയിടും. ശരി. കൂടുതൽ മഴ പിടിക്കണമെങ്കിൽ നമ്മൾ ചേർത്ത് വെച്ച് ചിരട്ട കത്തിച്ച് അങ്ങനെ മീതെ ഉണക്കി. എന്താ പറയാ, ശരിക്കും പറഞ്ഞൊരു ട്രിക്കി സംഭവമാണ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ വേനൽക്കാലം ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സുഖമായിട്ട് ചെയ്യാം അല്ലെ? എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? ഈ പപ്പടം ചേച്ചി എങ്ങനെയാ കൂടുതൽ ദിവസങ്ങളിൽ സൂക്ഷിക്കാൻ പറ്റുക കേടാവാതെ? എന്തെങ്കിലും സൂത്രം ഉണ്ടോ? ഫ്രിഡ്ജിൽ വെക്കണെങ്കിൽ പക്ഷെ പോളക്കണില്ലല്ലോ. അണ്ട് അതിന്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ കനത്തിനനുസരിച്ചാണ് നമുക്ക് പോള കിട്ടണത്. ശരി. കനം കുറവാണെങ്കിൽ കുറച്ച് നേരം നമുക്ക് പോള കിട്ടുള്ളൂ. ആ കനം അതിനനുസരിച്ച് നമുക്ക് കുറെ കാലത്തേക്ക് പോള. ശരി. കനം ഇച്ചിരി കൂടുതൽ പപ്പടം ഉണ്ടെങ്കിൽ പോള കൂടുതൽ നിൽക്കും അല്ലെ? നാള് നിൽക്കും. ശരി. ഞാനിപ്പോ എന്താ ചെയ്യണെന്ന് വെച്ചാൽ വലിയ നമ്മുടെ തൈര് വാങ്ങിക്കുന്ന പാത്രമില്ലേ, അതിന്റെ ഉള്ളില് പപ്പടം വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പൊ അത്ര തണുപ്പായിരിക്കും വരുന്നില്ല, പക്ഷെ കുറെ നാള് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്നോട്
ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ 5-6 മാസത്തെ നിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പറയാറുണ്ട്. അപ്പഴ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവര് ഓർഡർ അനുസരിച്ച് പപ്പടം കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ കൊടുക്കാനേ 2 ദിവസത്തിന് മുമ്പ് ഉണ്ടാക്കി വെച്ച് ഞാൻ കൊടുക്കും അല്ലെ? ഇന്നലെ ഉണ്ടാക്കിയത്. ശരി. ജോസേട്ടന്റെ കടയിൽ മാത്രം കൊടുക്കുള്ളൂ. പിന്നെ അമ്മ കുറെ അടിയിൽ കൊടുക്കും. പിന്നെ വീട്ടിലേക്ക് വരും. ശരി. ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. ഇപ്പൊ തൃശ്ശൂർക്കാർക്ക് എളുപ്പമാണ് വീട്ടിൽ വരാൻ. പൂങ്കുന്നം തന്നെയാണ്. പൂങ്കുന്നം പള്ളിയുടെ കുറച്ചപ്പുറത്താണ് ഇവരുടെ വീട്. ഇപ്പൊ ഇവിടെ വന്നിട്ടും പപ്പടം വാങ്ങി. അപ്പൊ ഇവിടെ വന്ന് എല്ലാ സമയത്തും ചോദിച്ചിട്ടുണ്ടാവും. എങ്ങനെയാപ്പോ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും അല്ലെ? പകൽ സമയത്ത് ഉണ്ടാവാം. ശരി. അപ്പൊ എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ പപ്പടം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ ഞാൻ വഴി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ വരുന്നേന്നുള്ളത്. ഇതാണ് മക്കള്. എവിടെ മറ്റാളെവിടെ? വായോ എന്താ പേരൊക്കെ പറഞ്ഞേ? വിഘ്നേഷ്. മോന്റെ പേര് വിഷ്ണു. രണ്ടുപേരും എന്ത് ചെയ്യുന്നു? +1. മോനോ? അല്ലേ? അമ്മനെ സഹായിക്കാറുണ്ട് അല്ലേ? നല്ല മക്കളായിട്ട് സഹായിച്ച് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടാ. അപ്പൊ അമ്മനെ സഹായിക്കുക. അതിനുള്ള എന്താ പറയാ മനസ്സുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ പറ്റും കേട്ടാ. അച്ഛനും വയ്യാണ്ടിരിക്കണം അല്ലേ? പേപ്പർ വായിക്കാണ്. അങ്ങനെ പപ്പടം ഉണ്ടാക്കണമൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ കേട്ടാ. ശരി. അപ്പൊ ഞങ്ങള് പപ്പടം പണി കഴിഞ്ഞ് വീട്ടിൽ പോവാണ് തിരിച്ച്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായ റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. തായ്ലൻഡ് മുല്ല. അതുകൊണ്ട് നമ്മൾ ദുബായിലുണ്ടായിരുന്നു. പൂങ്കുന്നം പള്ളിയെ പരിചയപ്പെടുത്തുന്നില്ലേ? ഇതാണ് നമ്മുടെ പൂങ്കുന്നം പള്ളി, സെന്റ് ജോസഫ് ചർച്ച്. ഞാനും ആനും കൂടെ പോയിരുന്നു. പറയല്ലേ? അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫ്ലാറ്റില് സുഖാണ്. അങ്ങനെയാണ് കാല് അടുക്കള തന്നെ അല്ലേ? മോളിലിട്ടിട്ടൊക്കെ ഇരുന്ന പണി എടുക്കുക അല്ലേ? ഇതാണ് ഗിരിജ ചേച്ചിയുടെ വീട്ടില് മോൾ ഭാഗം. ഇവിടെയാണ് ഒരു പപ്പടപ്പണി ചെയ്യുന്നത്. നല്ലോണം സ്ഥലമുണ്ട്. ബെഞ്ചും ഇരുന്നിട്ട് ചെയ്യുന്നവർ ഇട്ടുണക്കലും ഒക്കെ ഇവിടെയാണ്. ഇവർക്ക് ഉണ്ടാക്കാലോ വീട്. ടൗണില് തന്നെ വലിയ കാര്യമാണ്. ശരി. അപ്പൊ ഈ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂങ്കുന്നം പള്ളി ഉണ്ടല്ലോ. പൂങ്കുന്നം പാലിറങ്ങി വന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പൂങ്കുന്നം പള്ളി ഉണ്ട്. പൂങ്കുന്നം പള്ളി കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് വരുമ്പോൾ കാർഡ്സിന്റെ ഒരു കടയുണ്ട്, വെഡിങ് കാർഡിന്റെ ഒക്കെ. അതിന് ഓപ്പോസിറ്റ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഒരു ഷോപ്പ് കാണാം. കോർപ്പറേറ്റ് ഓഫീസ്. കോർപ്പറേറ്റ് ഓഫീസാണ്. അതിന് മുമ്പ് ആ വെഡിങ് കാർഡിന്റെ തൊട്ടടുത്ത മതിലാണ്. അതിന്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് അവരുടെ വീട്. സൈക്കിൾ റിപ്പയറിംഗ് എന്നൊക്കെ ഒരു ബോർഡ് ഉണ്ട്. അത് എത്ര കാലം ഉണ്ടാവും അറിയില്ല. ഗ്യാസ് സ്റ്റവ് സൈക്കിൾ റിപ്പയറിംഗ്. അതിന് മുന്നിലൊരു കല്യാണിന്റെ ജ്വല്ലറി കഴിഞ്ഞാൽ അത് മാറും. ഇതിപ്പോ ഈ പണിതുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് വന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഫ്ലാറ്റ്. എന്താന്ന് വെച്ചാല് ബിൽഡിംഗ് തന്നെ. ഇതാണ് സെന്റ് ജോസഫ് ചർച്ച്. ഇതിനടുത്ത് വെഡിങ് കാർഡ്സിന്റെ ഒരു കടയുണ്ട്. ഈ ചെറിയ വഴിയാണ് നമ്മുടെ പപ്പടം.